ആ ഇന്നത്തെ എന്താണെന്നല്ലേ, ഇന്നത്തേത് കുറച്ച് കിച്ചൺ ടിപ്സാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഓർക്ക് ഈ സ്റ്റാൻഡേ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ എന്നത്തിനാണ് വെച്ചേക്കുന്നതെന്ന് കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് വന്നൊരു മൂടി എടുക്കണം. അതിന് ഞാൻ ചെയ്തൊരു അറേഞ്ച്മെൻറ്റ്, ഓരോ പാത്രം എടുക്കുമ്പോൾ മൂടി തപ്പി നടക്കും. പിന്നെ 3 പേരുള്ളിടത്ത് 3 പ്ലേറ്റും 3 പിന്നെ ഹാഫ് പ്ലേറ്റും ഒക്കെ മതിയല്ലോ. ബാക്കിയുള്ളതൊക്കെ തട്ടി താഴെ ഇരിപ്പുണ്ട് അത്യാവശ്യമുള്ളത് കേട്ടോ. അതുകൊണ്ടുള്ള പ്ലേറ്റ് എല്ലാം കൂടി ഇവിടെ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് ഇന്ന് ഞാൻ ഇങ്ങനെ കുറച്ച് ഇത് ഇവിടോട്ട് കഴുകി വെച്ചേക്കും കേട്ടോ. കഴുകി വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാലേ, അത് കാണുന്നില്ലല്ലേ. ഇതൊന്നും ഞാൻ വേസ്റ്റാക്കിയല്ല കേട്ടോ, ഇന്നെടുത്തതാണ്. ഇതിങ്ങനെ അങ്ങ് തൂക്കി വെച്ചാലേ ഇതങ്ങ് ഉണങ്ങിയിരുന്നോളുവേ. അപ്പം നമുക്കൊരു അത്യാവശ്യത്തിന് എടുക്കാം. എല്ലായിടത്തും നമ്മൾ നല്ല എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും വേസ്റ്റ് ആക്കിയല്ല. ഞാൻ കുറച്ച് ദിവസം കാനഡയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മോള് പറയും, എൻ്റെ അമ്മച്ചി അതൊക്കെ കളഞ്ഞേരെ, എന്തോതിനാ അതൊക്കെ വെച്ചേക്കുന്നത്, അതൊക്കെ അങ്ങ് വേസ്റ്റ് തട്ടിയേക്കാൻ പറയും. നമ്മൾ മലയാളികൾ സൂക്ഷിക്കാവുന്ന അത്ര, പ്രത്യേകിച്ച് നമ്മൾ അമ്മമാരല്ലേ, അമ്മച്ചിമാരല്ലേ. അമ്മച്ചിമാരാകുമ്പോൾ ഈ പഴയതൊന്നും അങ്ങനെ കളയില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുണ്ട് അമ്മച്ചിമാർക്ക്. ഇതുകൊണ്ടങ്ങ് ഇളകിപ്പോയില്ല. അപ്പം ഇങ്ങനെ ഞാൻ ഉണക്കിയെടുത്ത പേപ്പറുകളാണ്. അതുകൊണ്ട് ഇതല്ല, എന്തെങ്കിലും ഒക്കെ ഇട്ട് വെക്കാമല്ലോ. കണ്ടോ, ഇതെല്ലാം ഞാൻ അങ്ങനെ ഉണക്കിയെടുത്തതാണ്. കുറച്ച് പേപ്പർ, അല്ലെങ്കിൽ ഇതെല്ലാം അങ്ങ് വേസ്റ്റായിട്ട് നമ്മൾ കത്തിച്ച് കളയല്ലേ ഉള്ളൂ. കത്തിക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല പ്ലാസ്റ്റിക്, അത് വേറൊരു കാര്യം. പ്ലാസ്റ്റിക് പിന്നെ എടുക്കാൻ പഞ്ചായത്തിൽ നിന്ന് വരുന്നുണ്ട്. എങ്കിലും അതൊക്കെ കഴുകി ഉണക്കി വേണമല്ലോ അവർക്കും കൊടുക്കാൻ. അപ്പം പിന്നെ നമുക്ക് ഇതങ്ങ് കഴുകി വെച്ചാലേ ഇത് ഓരോ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊരു കിച്ചൺ ടിപ്പല്ലേ. പിന്നെ എന്തിനെങ്കിലുമൊക്കെ വല്ല പച്ചമുളക് ഇട്ട് വെക്കാനും കണ്ടില്ലേ, ഇതേ അതുപോലെ കഴുകിയെടുത്തതിനകത്ത് ഈ പച്ചമുളകൊക്കെ ഇട്ടിച്ചേക്കുന്നത് കാണുന്നുണ്ടല്ലോ. പിന്നെ അതിനെല്ലാം ഈ ഫ്രഷ് ഓരോന്നും എടുക്കണ്ടല്ലോ. ഇവിടെ ഇഷ്ടം പോലെ കേട്ടോ സിപ്ലോക്ക് ഉണ്ട്. അതിന് ഞാൻ വലിയ ലോഭമൊന്നും കാണിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഞാനുള്ളിടത്തോളം ഇങ്ങനത്തെ ലോഭമൊക്കെ കാണിക്കും കേട്ടോ. ഇത് കുറച്ച് തേങ്ങ ചിരണ്ടി ചെറിയ ചെറിയ സിപ്ലോക്കിലാക്കി ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ്. ഇന്ന് തേങ്ങ ചിരണ്ടിയതില്ലായിരുന്നു കേട്ടോ. ഞാൻ അതെടുത്തു, അതിൻ്റെ പകുതി എടുത്ത് മൈക്രോയിലോട്ട് വെച്ച് പുട്ടിന് ചൂടാക്കി എടുത്ത് കണ്ടോ. പിന്നെ അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാം. പിന്നെ ഇത് ഇന്നത്തെ പുട്ടിനുള്ള പരിപാടിയാണ് കേട്ടോ. നോക്കിയപ്പം കുറേ ചക്കപ്പൊടി ഇരിക്കുന്നു. ഇവിടെ ഇരുന്ന് ചീത്തയായി പോകത്തേ ഉള്ളൂ. ഞാൻ ആ ചക്കയുടെ പൊടി സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ഡോക്ടർമാർ മലയാളീസ് തന്നെ തെളിയിച്ചതാണ്. പിന്നെ ചക്കപ്പൊടി നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, കീമോയ്ക്ക് പകരം പറ്റുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വേനൽക്കാലത്ത് ഇഷ്ടംപോലെ ചക്കയുണ്ട്, വെയിലുണ്ട്. ഇച്ചിരി മെനക്കെടണം കേട്ടോ, വെറുതെ ഒന്നും കാര്യം നടക്കുകയില്ല കേട്ടോ. ഇവരാളെ നിർത്തി ചെയ്യിക്കുന്നതാണ്. ചക്കപ്പൊടിയുടെ കൂടെ കുറച്ച് പുട്ടിൻ്റെ പൊടി കൂടെ ഇട്ടു. ഇന്നത്തെ പുട്ടിന് ഇത് മതിയല്ലോ. പഴം പിന്നെ ഒരു കൊലയായിട്ട് കിടപ്പുണ്ട്, അതുകൊണ്ട് പിന്നെ പഴം അന്വേഷിച്ച് നടക്കണ്ട അല്ല ഉള്ളത് കൊണ്ട് പിന്നെ ഞാൻ അത്യാവശ്യം മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേത് പഴമുണ്ട്, മുട്ടയുണ്ട്, ചക്കപ്പൊടി, അരിപ്പൊടി ഇതെല്ലാം ചേർന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. പിന്നെ ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇന്നലെ ഫ്രീസറിലിരുന്ന ചിക്കൻ എടുത്ത് താഴെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് രാവിലെ കഴുകി വാരി വെച്ചതാണ്. അപ്പോൾ അതിന് ഈ സാധനം എല്ലാം കൂടെ പുരട്ടി ഒന്ന് ഇത് എന്തൊക്കെയുണ്ടെന്ന് അറിയില്ലല്ലോ. പിന്നെ ഉപ്പുണ്ട്, ഉപ്പിനിപ്പുറം ഇരിക്കുന്ന ഗരം മസാലയാണ്, അപ്പുറത്ത് കുറച്ച് മുളക് പൊടി കേട്ടോ. പിന്നെ അപ്പുറത്തിരിക്കുന്ന സോറി എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുവാണ്, ഈ കുരുമുളക് പൊടിയാണ് കേട്ടോ. എടുത്ത് വെച്ചിട്ട് ഇത്ര നേരമായി. പിന്നെ മുളക് പൊടി കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒന്ന് മല്ലിപ്പൊടിയാണ് കേട്ടോ. മുളക് പൊടി കുറച്ചേ ഉള്ളൂ. ഞാൻ മുളക് പൊടി ചേർക്കില്ല, ഒരു കളറിന് വേണ്ടി ഒരു ശകലം എടുത്താണ്. പച്ചമുളക് ഇത്രയും പച്ചമുളക് അരച്ച് ചേർക്കും കേട്ടോ. അത് പിന്നെ കാണാം ബിരിയാണിയുടെ. ഇപ്പോൾ ഇത് പുരട്ടി വെക്കണമല്ലോ, അതിന് ചേർക്കാനുള്ള തക്കാളി, അതിനുള്ള പച്ചമുളകാണ് ഞാൻ പറഞ്ഞില്ലേ, എരിവിന് ചേർക്കുന്ന പച്ചമുളകാണ്. പിന്നെ മല്ലിയിലയും പുതിനയും നല്ലപോലെ വേണം. ഞാനിവിടെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പണ്ടൊരു പരിപാടിക്ക് പിന്നെ പുറത്തുനിന്ന് കാറ്ററിംഗുകാരെ വിളിച്ചു. ഈ പ്രത്യേകിച്ച് കാഞ്ഞങ്ങാട്, കാസർഗോഡൊക്കെ നന്നായിട്ട് മല്ലിയിലയും പുതിനയിലയും ചേർക്കും. ഇവിടെയുള്ളത് അധികം ചേർക്കുന്ന അന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു കുറച്ച് ഇടുന്നത് കണ്ടു, ഞാനത് കണ്ടതായിരുന്നു കേട്ടോ, അതുകൊണ്ട് പറഞ്ഞത്. എനിക്കറിയില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഇവിടെ എനിക്കൊരു ബിരിയാണി എടുത്തു. കാസർഗോഡ് ബിരിയാണി കഴിച്ചപ്പോൾ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് അന്നൊന്നും ഇഷ്ടപ്പെടുത്തേ ഇല്ല കേട്ടോ. കാരണം കാസർഗോഡുകാരുടെ തലശ്ശേരി ബിരിയാണിയാണല്ലോ അന്ന് നമ്മുടെ ഏറ്റവും വലുത്. ഇത് തലപ്പാക്കട്ടി ബിരിയാണി പോലെ ഞാനൊന്ന് ഉണ്ടാക്കുന്നത് തമിഴ്നാട്ടുകാരുടെ ബിരിയാണിയാണ്. അത് ഉണ്ടാക്കുന്നത് പിന്നെ കാണിക്കാം. അപ്പോൾ ഇത് പുരട്ടി വെക്കണമല്ലോ, അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒന്ന് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എന്തുവാ ഇവിടെ
ഒരു ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞ പോലെ പുറത്തുള്ള മെയിൻ ബിൽഡിങ്ങിന് പുറത്തുള്ളൊരു കിച്ചണാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ സാധനങ്ങളെല്ലാം നമ്മുടെ എല്ലാ സാധനങ്ങളും കൈ എത്തുന്ന ദൂരത്ത് വെക്കണം. പിന്നെ സൂക്ഷിക്കണം കേട്ടോ. സ്റ്റൗവിൻ്റെ അടുത്തോട്ട് കൈ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിലേ കൈ പൊള്ളും കേട്ടോ. ഇടത്ത് കൈ കൊണ്ട് മാത്രമേ ഇവിടെ സാധനം എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം അടുപ്പേ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് തന്നെ വേണം. പിന്നെ അവിടെ തപ്പി ഇവിടെ തപ്പി പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം പോകും. കടുകൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം കടുക് ഇതൊക്കെ കിച്ചൺ ടിപ്പാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം നമുക്കൊരു സ്പൂണൊക്കെ എടുക്കാൻ അതിനടുത്ത് തന്നെ നമ്മുടെ കൈയുടെ ഇടത്ത് സൈഡിൽ തന്നെ വെക്കുക. ഇതെല്ലാം എൻ്റേതായിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല. ഉപ്പ് നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ള ഉപ്പ്. അപ്പം നമ്മൾ കയ്യെത്തുന്ന ദൂരത്ത് ഉപ്പ് വേണം, കടുക് വേണം, മുളക് വേണം, ഇതെല്ലാം വേണം. ഉടനെ നമ്മൾ ഓടി നടക്കേണ്ട. അല്ലെങ്കിൽ എന്നെപ്പോലെ ഓർമ്മക്കേടുള്ളവർ അടുപ്പേ സാധനം വെച്ച് കടുക് ഇടാനും ഉപ്പ് ഇടാനും ഒക്കെ നോക്കി നടക്കുമ്പോഴത്തേക്ക് സാധനം ചിലപ്പം കരിഞ്ഞു പോകും കേട്ടോ. അതുപോലെ പിന്നെ അത്യാവശ്യം അതിന് ആ ഭാഗം തീർന്നല്ലോ. പിന്നെ ഇവിടെ പുകപ്പുരയുണ്ട് കേട്ടോ. ഷീറ്റ് ഇടാൻ വേണ്ടി പണ്ടുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇവരിവിടെ വെക്കുന്നത്. മെയിൻ ബിൽഡിങ് ശരിക്കുള്ള പിന്നെ പിന്നെ ഇത് പിന്നെ പുക പോകാനൊന്നുള്ള സൗകര്യമില്ല. അത് അല്ല, പുക പോകാനെന്നല്ല, നമ്മുടെ മണമേ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ ഭയങ്കര മണമായിരിക്കുമല്ലോ. അതുകൊണ്ടാണത്. പിന്നെ മൈക്രോവേവ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇന്ന് തേങ്ങ ഞാൻ പെട്ടെന്ന് എടുത്തപ്പം ബ്രീസറിൽ നിന്ന് എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ അതിനകത്തോട്ട് വെച്ച് ഒന്ന് ശരിയാക്കി വെച്ചു. ഇത് എല്ലാവർക്കും പിന്നെ സാധാരണക്കാരനും ഇപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ടോ പിന്നെ എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇവിടെ വെച്ചേക്കും. ഒരു കത്രിക ഇതേ വെച്ചേക്കും. എന്നോടൊരു ചേച്ചി പറഞ്ഞു, ഇതിൻ്റെ പുറത്തത് ഞാനിതൊന്നും വെക്കുകയില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ഞാൻ ഇതൊക്കെ ഒരു അത്യാവശ്യത്തിന് നമുക്ക് എടുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ മൈക്രോവേവ് പിന്നെ ഇതൊക്കെ നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതും കൊണ്ട് വേറെ ഒരിടത്ത് മിക്സി ആണെങ്കിൽ ഈ മിക്സിയിൽ ഈ ടവൽ ഇതിനാ ഇട്ടേക്കുന്നതെന്ന് ഓർക്കും കേട്ടോ. എനിക്ക് കൈ തുടയ്ക്കാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ തൂക്കാനൊരു സാധനമില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഓർക്കും കൈയും തുടയ്ക്കാം, ഇതിങ്ങനെ മൂടിയായിട്ട് അവിടെ കിടന്നോളും.